ഹലോ ഓൾ, ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് യുനെസ്കോ ലിസ്റ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് ഇൻ ഡേഞ്ചർ, മാർ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, EMPS 2024 ആൻഡ് പ്ലേസസ് ഇൻ ന്യൂസ് പാരീസ്. ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 27 ജൂലൈയിലെ ഇന്ത്യൻ എക്സ്പ്രസ് ആസ് വെൽ ആസ് ഹിന്ദുവിലെ ന്യൂസ് ആണ്. സോ ഫസ്റ്റ് വരുന്നത് പാലസ്റ്റീൻ സൈറ്റ് ഗെറ്റ്സ് യുനെസ്കോ ടാഗ് പുട്ട് ഓൺ ഹെറിറ്റേജ് ഇൻ ഡേഞ്ചർ ലിസ്റ്റ്. സോ നമുക്കറിയാം ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗാസയിൽ പാലസ്തീനിൽ ഇപ്പൊ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിനെ ഡേഞ്ചർ ലിസ്റ്റിലേക്ക് പ്രഖ്യാപിച്ചേക്കുന്ന ഒരു ന്യൂസ് ആയിട്ടാണ് ഇതിന്റെ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് ഡിസിഗ്നേറ്റ് ചെയ്യുന്നത് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ് അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾ 11.4 ഓഫ് ദ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ. എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത്? ഇതിന്റെ ഒരു ഇന്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ അവയർനെസ് കൂട്ടാനാണ്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ സൈറ്റിനെ സ്പോട്ട്ലൈറ്റിലേക്ക് കൊണ്ടുവരിക, അത് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എൻകറേജ് കൗണ്ടറാക്റ്റീവ് മെഷേഴ്സ്, അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, അതുപോലെ ആ പർട്ടിക്കുലർ സൈറ്റിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ ത്രെട്ടുകൾ വരുന്നത് ക്യാൻ ബി ഐദർ ഇമിനന്റ് ഓർ ഇൻ ദ ഫ്യൂച്ചർ. സോ ഭാവിയിൽ വരുന്നതായിരിക്കാം, അതുപോലെ തന്നെ കറന്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ത്രെട്ട് ആവാം. ഈ ത്രെട്ട് വാർ കൊണ്ട് മാത്രം ഉണ്ടാവണമെന്നില്ല, ഇറ്റ് ക്യാൻ ബി ഈവൺ ആൻ എൻവയൺമെന്റൽ ത്രെട്ട് ഓൾസോ. സോ ഓൾമോസ്റ്റ് 56 സൈറ്റ്സ് ഇതുവരെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഡേഞ്ചർ ലിസ്റ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ, അതുപോലെ തന്നെ വേൾഡ് ഹെറിറ്റേജ് ഫണ്ടിന്റെ ഒരു ഡെഫിനിഷൻ, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് അലോക്കേറ്റ് ചെയ്യുക ടു ദ മെമ്പർ സ്റ്റേറ്റ് പാർട്ടീസ്. ഇപ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് പാർട്ടീസ് ടു ദ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാനുള്ള ഒരു പവറും കൂടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്കുണ്ട്. പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ഹാസ് ദ ഫൈനൽ സേ ഓൺ വെദർ പ്രോപ്പർട്ടീസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. സോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലെ ഫൈനൽ ലിസ്റ്റിലേക്ക് ഇൻസ്ക്രൈബ് ചെയ്യുന്നതിന്റെ ഒരു ഫൈനൽ അതോറിറ്റി, ഫൈനൽ സേ ആണ് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്കുള്ളത്. സോ അത് പാരലൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇറ്റ് ഓൾസോ ഹാസ് ദ പവർ ടു ഡിലീറ്റ് പ്രോപ്പർട്ടീസ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് ഡേഞ്ചർ. വേറെ റെസ്പോൺസിബിലിറ്റീസ് ഓൾസോ ഇൻക്ലൂഡ് പബ്ലിഷിംഗ് റിപ്പോർട്ട്സ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് കൺസർവേഷൻ ഓഫ് പ്രോപ്പർട്ടി. സോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലെ പ്രോപ്പർട്ടീസിന്റെ കൺസർവേഷന് ചൊല്ലി റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്യാനുള്ള അധികാരവും, അതുപോലെ തന്നെ സ്റ്റേറ്റ് പാർട്ടീസ് പ്രോപ്പർലി ഒരു പർട്ടിക്കുലർ സൈറ്റിനെ മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ കുറിച്ച് റിപ്പോർട്ട് പ്രഖ്യാപിക്കാനും പബ്ലിഷ് ചെയ്യാനുള്ള അധികാരം വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്കുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ ഒരു കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 21 സ്റ്റേറ്റ് പാർട്ടീസ് ടു ദ കൺവെൻഷൻ ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് 21 മെമ്പർ കൺട്രീസ് ഉണ്ട് ഓഫ് ദ ജനറൽ അസംബ്ലി. ഇനി കൂടുതൽ ടെനുവറിലേക്ക് നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് 6 ഇയേഴ്സ്. ഒരു കമ്മിറ്റിയുടെ, അതായത് ആ കമ്മിറ്റിയുടെ ഒരു മെമ്പേഴ്സിന്റെ ടേം, അതായത് പർട്ടിക്കുലർ സ്റ്റേറ്റിന്റെ ടേം, കൺട്രിയുടെ ടേം 6 ഇയേഴ്സ് ആണ്. പിന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് കൺട്രി, അതായത് ഒരു മെമ്പർ കൺട്രി വോളണ്ടറിലി തന്നെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് നമുക്ക് കാണാം ടു ഗിവ് എ ഓപ്പർച്യൂണിറ്റി ടു ദ അതർ കൺട്രി. സോ ഇതാണ് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിനെ കുറിച്ചും, അതുപോലെ തന്നെ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പേജ് നമ്പർ 9 ഈ ന്യൂസ് വരുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പേജ് നമ്പർ 10 ഒരു ന്യൂസ് ഉണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. പ്രിസർവ് ബോഡീസ് ഓഫ് 3 മാർ മിലിറ്റൻസ് HC ടു ആസാം കോപ്സ് അമിഡ് ഫേക്ക് എൻകൗണ്ടർ ക്ലെയിംസ്. സോ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാർ മിലിറ്റൻസിലെ ആസാം പോലീസ് ഒരു എൻകൗണ്ടറിൽ കില്ല് ചെയ്തു. അപ്പോൾ അതിന്റെ ഒരു വേർഡിക്റ്റ്, അതായത് ഹൈക്കോടതി, ആസാം ഹൈക്കോർട്ട്, ഗുവാഹട്ടി ഹൈക്കോർട്ട് ഒരു വേർഡിക്റ്റ് കൊടുത്തു. അതായത് ഈ എൻകൗണ്ടർ ഫേക്ക് ആണ് എന്ന് പറഞ്ഞൊരു ന്യൂസ് ആണ്. ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. സോ മാർ ഗ്രൂപ്പിനെ കുറിച്ച് നമുക്കൊന്ന് പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. സോ മാർ ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. ഇത് കാണപ്പെടുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ്. സോ ഇതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുവാണെങ്കിൽ ബേസിക്കലി ഇപ്പൊ പ്രസന്റ് ചൈനയിൽ നിന്ന് വന്നേക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഹൈലി ഡിസ്പേഴ്സ്ഡ്, പലയിടത്തും കാണപ്പെടുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് മാർ ട്രൈബൽ ഗ്രൂപ്പ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മൾ ഇപ്പൊ പ്രസന്റ്ലി നോക്കുവാണെങ്കിൽ ആസാമിലെ കച്ചാർ റീജിയൻ, മിസോറാം, മണിപ്പൂർ, മേഘാലയ ഇവിടെയൊക്കെ മാർ ഗ്രൂപ്പിനെ കാണാം. ഇതിന്റെ ഒരു ലാംഗ്വേജും കൂടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ മാർ ലാംഗ്വേജ് ആണ്, അതൊരു സൈനോ ടിബറ്റിയൻ ഒറിജിനിൽ വരുന്ന ഒരു ലാംഗ്വേജ് ആണ് മാർ ലാംഗ്വേജ്. ഇതൊരു നൊമാഡിക് ഗ്രൂപ്പാണ്. സോ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ന്യൂസ് ഇന്ന് ഡിസ്കസ് ചെയ്തേക്കുന്നത്. സോ ഇനി അടുത്തത് വരുന്നത് ഹിന്ദുവിലെ പേജ് നമ്പർ 10 ന്യൂസ് ആണ്. ഇത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യനെ
ഒരു റിവോൾവ് ചെയ്ത് വരുന്ന ഒരു ന്യൂസാണ്. സോ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ റീസെന്റ് ഒരു സേഫ്റ്റി അഡ്വൈസറി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് ഫയർ ആക്സിഡൻസ് ഇറ്റ് എയർപോർട്ട്സ്. ഒരു സേഫ്റ്റി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ന്യൂസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. ഇത് എസ്റ്റാബ്ലിഷ്ഡ് 1995 സോ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു ബോഡിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഏർലിയർ നമുക്കിപ്പോ ഇത് ഇന്റർനാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യനെയും നാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യനെയും മെർജ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന ഒരു ബോഡിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇപ്പൊ ഇതിന്റെ റെസ്പോൺസിബിലിറ്റീസ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ക്രിയേറ്റിംഗ് as well as upgrading, maintaining and managing civil aviation infrastructure. നമ്മുടെ രാജ്യത്തെ സിവിൽ ഏവിയേഷൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ എല്ലാ അപ്ഗ്രഡേഷൻ, അതുപോലെ മെയിൻറ്റെനൻസ്, അതുപോലെ തന്നെ പുതിയ എസ്റ്റാബ്ലിഷ്മെന്റ് എല്ലാം ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്നുണ്ട്. ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, സർവൈലൻസ് ആൻഡ് സർവീസസ് ടു ദ ഇന്ത്യൻ എയർസ്പേസ്. ഇന്ത്യയുടെ എയർസ്പേസും അതുപോലെ അഡ്ജോയിനിങ് ഓഷ്യാനിക് ഏരിയാസ്, ഇന്ത്യയോട് അടുത്ത് കിടക്കുന്ന ഓഷ്യാനിക് ഏരിയാസിലെ കമ്മ്യൂണിക്കേഷനും അതുപോലെ എല്ലാ എയർ ട്രാഫിക് മാനേജ്മെന്റ് സർവീസസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. സോ നമ്മൾ ഇത്രയും പഠിച്ചു. ഇനി നമ്മൾ വരുന്നത് PIBയിലെ ഒരു ന്യൂസാണ്. EMPS 2024 എന്ന് പറഞ്ഞൊരു ന്യൂസാണ്. സോ ഇത് പഠിക്കുവാണെങ്കിൽ ബേസിക്കലി EMPS 2024 എന്താണ്? സോ ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിന്റെ കീഴിലാണ്. സോ ബേസിക്കലി ഈ വർഷം കൊണ്ടുവന്ന ഒരു സ്കീമാണ് EMPS 2024. സോ ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ അഡോപ്ഷന് ആക്സിലറേറ്റ് ചെയ്യാൻ, അതായത് പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു എയിമാണ് EMPSന്. ഇതൊരു 4 monthsലേക്ക് ഇനീഷ്യലി അനൗൺസ് ചെയ്തതാണ്. അതിന്റെ ഒരു ടെനുവർ കൂട്ടിയിട്ടുണ്ട്. ഇതാണ് ന്യൂസ്. സോ ഇതിപ്പോ കൂടുതൽ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിന്റെ അഡോപ്ഷൻ, അതായത് ഫാസ്റ്റർ അഡോപ്ഷൻ ഓഫ് 2-wheeler, ഇലക്ട്രിക് 2-wheelerഉം അതുപോലെ തന്നെ 3-wheelerന്റെ ഫാസ്റ്റർ അഡോപ്ഷൻ ആണ് ഇതിന്റെ ഒരു ഉദ്ദേശം. സോ ബേസിക്കലി ഇത് കാരണം നമുക്ക് നമ്മുടെ രാജ്യത്ത് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കൂടെ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് EMPSലൂടെ നമ്മൾ നോക്കുന്നത്. സോ ഇത് primarily focuses on electric 2-wheelers and 3-wheelers. ബട്ട് കമേഴ്ഷ്യൽ പേർപ്പസസ് എന്ന് പറഞ്ഞാണ് പറയുന്നത്. പക്ഷെ കമേഴ്ഷ്യൽ പേർപ്പസസ് മാത്രമല്ല, പ്രൈവറ്റ്ലി ഓർ ആസ് വെൽ ആസ് കോർപ്പറേറ്റ് ഓൺ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെയും ഒരു ബൂസ്റ്റിങ്ങിന് വേണ്ടിയാണ് EMPS കൊണ്ടുവന്നേക്കുന്നത്. ഇതിന്റെ ഒരു കമ്പോസിഷൻ, ഒരു കോമ്പോണൻസ് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് പ്രൊവൈഡ്സ് ഇൻസെന്റീവ്സ് ഫോർ ഇലക്ട്രിക് 2-wheeler ആൻഡ് 3-wheeler. അതായത് ഇതിന്റെ ഇനീഷ്യൽ ഫേസിൽ, അതായത് കൺസ്യൂമേഴ്സിന് ഇനീഷ്യൽ ഫേസിൽ ഗവൺമെന്റ് ഒരു ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. അത് സബ്സിഡി ആയിട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അതിന്റെ ഒരു ഫ്രെയിംവർക്ക് നോക്കുകയാണെങ്കിൽ 5,000 per kWh, അതായത് അത്രയും മാത്രം 5,000 per kilowatt/hour, അത്രയും ഒരു സബ്സിഡിയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് ഇൻ ദ ഇനീഷ്യൽ ഫേസ്. അത് റെഡ്യൂസ് പർച്ചേസ്, അതായത് ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഇത്രമാത്രം സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇത് റീഇംബേഴ്സ് ചെയ്യുന്നത് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിലേക്കാണ്. സോ അത് നിങ്ങൾക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചേക്കുന്ന EMPS 2024 കുറിച്ചാണ്. സോ ഇത് PIBയിൽ വരുന്ന ഒരു ന്യൂസ് ആണ്. ഇനി പ്ലേസസ് ഇൻ ന്യൂസിലേക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം പാരീസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒളിമ്പിക് ഗെയിംസ് നടക്കുന്നത് പാരീസിലാണ്. അപ്പോൾ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇന്ന് പാരീസ് നോക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മാപ്പിൽ നിന്ന് കാണാം, പാരീസ് ഇസ് ഓൾമോസ്റ്റ് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ഫ്രാൻസ്. അതായത് ഫ്രാൻസിന്റെ ഒരു മധ്യ ഭാഗത്ത് കാണപ്പെടുന്നതാണ് പാരീസ്. ഇനി കുറച്ച് ഫാക്ട്സ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ, വി നോ ദാറ്റ്, ആസ് വെൽ ആസ് ദ ലാർജസ്റ്റ് സിറ്റി ഇൻ ഫ്രാൻസ്. യൂറോപ്യൻ യൂണിയനിലെ ഓൾമോസ്റ്റ് 4th ലാർജസ്റ്റ് സിറ്റിയാണ്. പിന്നെ ഇത് ലൊക്കേറ്റ് ചെയ്യിക്കുന്നത് സെയിൻ റിവറിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് മാപ്പിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല. യെസ്, യു ക്യാൻ സീ ഹിയർ സെയിൻ റിവറിൽ നിന്നാണ് ഇത് അടുത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുമ്പോൾ ഓഷ്യാനിക് ക്ലൈമറ്റ് ആണ്. സോ ഓൾമോസ്റ്റ് വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വരുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്ലൈമറ്റ് ആണ് ഓഷ്യാനിക് ക്ലൈമറ്റ്. സോ നമ്മൾ ഈ മാപ്പിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഫ്രാൻസിന്റെ ബോർഡറിംഗ് റീജിയൻസും കൂടെ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം ഒളിമ്പിക്സ് നടക്കുന്നതാണ് പാരീസിൽ. സോ ക്വസ്റ്റ്യൻസ് ക്യാൻ കം ഫ്രം ദിസ് ഏരിയ. സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് വരുന്ന മെയിൻ ന്യൂസ്. അപ്പം നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഇഫ് യു ക്യാൻ മേക്ക് നോട്ട്സ് ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, താങ്ക് യു.